ഞാൻ അമല ജോൺ. വിശദമായ വാർത്തകളിലേക്ക്. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലെ ആഘോഷങ്ങൾ നാടും നഗരവും ഏറ്റെടുത്തു കഴിഞ്ഞു. നഗരപ്രദേശങ്ങളിൽ വർണ്ണാഭമായ ഘോഷയാത്രയും പുലിക്കളിയും കൊണ്ട് ആവേശഭരിതമാകുമ്പോൾ ഗ്രാമങ്ങളിൽ സ്ത്രീകൾ വ്രതമെടുത്തും തിരുവാതിര കളിച്ചുമാണ് തിരുവാതിര മഹോത്സവത്തെ വരവേറ്റത്. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് തിരുവാതിര മഹോത്സവം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് തിരുവാതിര നാളിൽ പരമശിവന്റെ പിറന്നാൾ കൂടിയാണ്. ഡിസംബർ 15-നും ജനുവരി 15-നും ഇടയിലുള്ള തിരുവാതിരയ്ക്ക് വിശ്വാസികൾ ഏറെ പ്രാധാന്യമാണ് നൽകിവരുന്നത്. നാടും നഗരവും തിരുവാതിരയെ വരവേൽക്കുന്നതും ആഘോഷിച്ചു തന്നെ. വർണ്ണാഭമായ ഘോഷയാത്രയും പുലിക്കളിയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നു. വ്രതങ്ങളാൽ പ്രാധാന്യമേറിയ തിരുവാതിര നാളിൽ മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകുമാർ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയുമാണ് വ്രതമെടുക്കുന്നത്. വ്രതദിനത്തിൽ കാച്ചിൽ, കൂർക്ക തുടങ്ങിയ നാടൻ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ തിരുവാതിരപ്പുഴുക്കാണ് പ്രധാന ഭക്ഷണം. സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോൽക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കാറുണ്ട്. നാട്ടിൻ പ്രദേശങ്ങളിൽ കേരളീയ വേഷങ്ങളിലെത്തുന്ന സ്ത്രീകൾ അതിപ്രാധാന്യത്തോടെയാണ് ആഘോഷങ്ങളെ നോക്കിക്കാണുന്നത്. പണ്ടുകാലങ്ങളിൽ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. കാലങ്ങൾക്കിപ്പുറം തിരക്കുകളിൽ ബന്ധിതപ്പെട്ട് ചുരുങ്ങിയിരിക്കുകയാണ് തിരുവാതിര മഹോത്സവം.